ചെമ്പരത്തിയുടെ ഇല ഇതുപോലെ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ ഹെയർ സീറം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോ കേട്ടോ. നമുക്ക് എപ്പോൾ ഉണ്ടാക്കാൻ വേണ്ട ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന അമ്മമാരെ കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുവാണെങ്കിൽ ആവശ്യത്തിന് ഇതുപോലെ നിങ്ങൾക്ക് തല കഴുകി കൊടുക്കാൻ നല്ലതാണ്. മുടി വളർച്ച ഇരട്ടിക്കുകയും ചെയ്യും. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടാനായിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്നിലേക്ക് തല കഴുകി വിടുക, അല്ലെങ്കിൽ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നിങ്ങൾ ഒരുപാട് തലയിൽ തേച്ച് ഇങ്ങനെ സിറം പോലെ സ്കാൽപ്പിൽ പിടിപ്പിക്കണ്ട. തലയിൽ വെറുതെ ഒഴിച്ച് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കുണ്ടല്ലോ ഒരുപാട് ചെമ്പരത്തിയുടെ ഇല ഇപ്പോൾ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 10-12 എണ്ണത്തോളം വരുന്ന രീതിയിൽ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പിച്ച് കീറിയിട്ട് കൊടുക്കാം കേട്ടോ. ചതച്ചിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചതച്ചിട്ട് കൊടുത്തോ, അതല്ലെങ്കിൽ പിച്ച് കീറിയിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1-1.5 സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ നിൽക്കും. താരം മാറാൻ നല്ലതാണ്. മുടി വളരാനൊക്കെ ആയിട്ടും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് ഈ ഉലുവ നല്ലതാണ്. അപ്പം ഒരു 1-1.5 സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഈ ഉലുവ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് വെള്ളത്തിട്ട് കുതിർത്തിയിട്ട് ആ കുതിർത്തിയ വെള്ളത്തോടുകൂടി വേണമെങ്കിൽ ഇതിനകത്ത് കൊട്ടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം എളുപ്പത്തിന് ഒരു 1.5 സ്പൂൺ ഇട്ടു എന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് റോസ്മേരി ലീഫ് ഇട്ട് കൊടുക്കാം. കഷണ്ടിയിൽ പോലും മുടി കിളിർക്കും. കാരണം ഈ റോസ്മേരി ലീഫ് ഒരുപാട് പേർക്ക് റിസൾട്ട് തന്നേക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് ഈ ഒരു റോസ്മേരി ഇട്ടേക്കുന്ന വെള്ളം. കാരണം ഈ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ സ്കാൽപ്പിൽ കൂടെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ മുടി പെട്ടെന്ന് കുഞ്ഞു ഹെയറുകൾ കിളുത്ത് പെട്ടെന്ന് വരാനായിട്ട് ഈ റോസ്മേരി നല്ലതാണ്. അപ്പം റോസ്മേരി ഉണ്ടെങ്കിൽ 1-1.5 സ്പൂണോളം ഇട്ട് കൊടുക്കാം. കുറച്ച് തേയില ഇട്ട് കൊടുക്കാം. തലമുടി നരച്ച് തുടങ്ങിയിരിക്കുന്ന ആളുകൾക്ക് തേയില നല്ലതാണ് കേട്ടോ. പിന്നെ ചെമ്പരത്തിയുടെ പൂവ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പൂവിടൽ കുറവായതുകൊണ്ട് ചെമ്പരത്തിയുടെ പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ ഒരു സ്പൂൺ വരുന്ന രീതിയിൽ ചെമ്പരത്തിയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഒരു 1-2 വാളം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നമ്മൾ രാവിലെ തന്നെ സ്കൂളിലൊക്കെ പോകാൻ നേരത്ത് കുളിച്ചിട്ടൊക്കെ മുടി കെട്ടി വെച്ചിട്ടൊക്കെ പോകുമ്പം പെട്ടെന്ന് മുടിക്കായൊക്കെ തലയിൽ വരാറുണ്ട്. അപ്പം ഈ മുടിക്കായ ഊർന്ന് ചാടി പോവുകയും ചെയ്യും. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടാനായിട്ട് ഈ കറിവേപ്പിലിട്ടുള്ള വെള്ളം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളത് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഇതുണ്ട് ഒരു ഞോളപ്പോട് കൂടിയിട്ടുള്ള അതിൻ്റെ ഒരു സിറം പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഉണ്ടല്ലോ നല്ല ചുവന്ന കളർ വെള്ളമായിട്ട് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ചെറിയൊരു അരിപ്പയിലേക്ക് ഇതുപോലെ നിങ്ങളിവിടെ അരിച്ചെടുത്ത് ഒഴിക്കുക കേട്ടോ. അരിച്ചെടുത്ത് ഒഴിച്ചതിന് ശേഷം ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് കൂടുതലൊക്കെ വെള്ളത്തിലാണ് ഉണ്ടാക്കിയെടുത്ത് വെക്കുന്നതെങ്കിൽ വലിയ ബോട്ടിലേക്കൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് വെള്ളത്തിൽ ആദ്യമേ തിളപ്പിച്ച് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് നിങ്ങൾ കുപ്പിയിലേക്ക് എടുത്ത് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം പകർത്തി വെച്ചാൽ മതി. അപ്പം നമുക്ക് വെറുതെ തല കഴുകി വിടാനായിട്ടും എളുപ്പമുണ്ടാവും. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പം ഇത് ഒരു മാസത്തോളമൊക്കെ ഇരിക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്കുണ്ടല്ലോ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ ഒരു 1-2 ഒക്കെ നിങ്ങൾ എടുക്കുന്ന വെള്ളം ഇപ്പോൾ 1 ലിറ്ററൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതങ്ങനെയാണെങ്കിൽ ഈ വെള്ളം കേട് വരത്തില്ല. മുടിക്ക് നല്ല വളർച്ച ഉണ്ടാവും. മുടി കിളിർക്കാനൊക്കെ ആയിട്ടും മുടി വളർച്ച ഇരട്ടിക്കാനൊക്കെ ആയിട്ടും നല്ലതാണ്. മുടി കൊഴിച്ച് നല്ല രീതിയിൽ മാറും. അപ്പം ഈ വെള്ളം നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് നേരിട്ട് തലയിലെടുത്ത് ഒഴിച്ച് കഴുകരുതെന്ന്. കാരണം തണുപ്പല്ലേ. അപ്പോൾ നിങ്ങളത് ഫ്രിഡ്ജിലെടുത്ത് സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾ ഷേക്ക് ചെയ്തിട്ട് കുറച്ച് വീതം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എന്തിലേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ സിറമായിട്ട് ഇങ്ങനെ സ്കാൽപ്പിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് മസാജ് ചെയ്യേണ്ട. അതല്ലാണ്ട് നിങ്ങളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പിലേക്ക് എടുത്ത് നിങ്ങൾ ഒഴിച്ചിട്ട് വെറുതെ തല കഴുകി വിട്ടാൽ മതി. അപ്പോൾ നമ്മൾ കുളിച്ച് കയറുമ്പം ഏറ്റവും ലാസ്റ്റ് നമ്മൾ തല കഴുകി കയറില്ലേ, ആ ലാസ്റ്റ് തല കഴുകി കയറുമ്പം ഈ വെള്ളത്തിൽ നിങ്ങൾ തല കഴുകി കയറിയാൽ മതി. പിന്നീട് നിങ്ങൾ വെള്ളം എടുത്ത് ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ തല കഴുകി കൊടുക്കുകയാണെങ്കിൽ മുടിക്കായ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി രാവിലെയൊക്കെ പോകുമ്പോൾ ഇതുപോലെ മുടിയൊക്കെ കൂട്ടി കെട്ടി വെച്ചിട്ടൊക്കെ ആയിരിക്കും പോകണം. അപ്പം ഈർപ്പം നിൽക്കുമ്പോൾ മുടിക്കായ ഉണ്ടാവും. അപ്പം മുടിക്കായൊക്കെ ഉള്ള കുട്ടികൾക്ക് ഈ വെള്ളം വെച്ച് തല കഴുകിയിട്ടുണ്ടെങ്കിൽ മുടിക്കായ ഊർന്നു പോവുകയും ചെയ്യും. മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിൻ്റെ പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ബൈ.